എല്ലാവർക്കും നമസ്കാരം. മംഗല്യദോഷം മാറി വിവാഹം നടക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിലെത്തി ഈ ഒരു മംഗല്യപൂജ നടത്തിയാൽ ഉറപ്പായും 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒരു 3-4 പേരുടെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ ഫുൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ശിവനും പാർവതിയും വാണരുളുന്ന ശിവപാർവതി ക്ഷേത്രം. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് പാർവതി ദേവിയുടെ നട തുറന്ന് ദർശനം നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ദർശനം വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മംഗല്യഭാഗ്യത്തിനും ദീർഘമാംഗല്യത്തിനും കുടുംബ ഐശ്വര്യങ്ങൾക്കുമാണ് ഈ ദർശനം ഉത്തമം. ഈ ഒരു ക്ഷേത്രം മറ്റെങ്ങുമല്ല, സ്ത്രീകളുടെ ശബരിമല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ഇവിടെ ശിവനും പാർവതിയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായി ഒരേ ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസത്തേക്ക് മാത്രമാണ് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്നത്. ഇതിനാലാണ് ഇവിടം സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നത്. ഈ സമയത്ത് ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുക. ഈ ഒരു 12 ദിവസത്തെ പൂജ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഉത്സവവും പ്രധാനപ്പെട്ട പ്രസിദ്ധിയും നേടിത്തരാൻ കാരണം. വിവാഹം നടക്കാൻ വേണ്ടി മാത്രമായി ധാരാളം പേരാണ് ഓരോ വർഷവും ഈ 12 ദിവസം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത് വെറുതെയുമല്ല കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിലെത്തി പാർവതി ദേവിക്ക് മംഗല്യ പൂജയ്ക്ക് വഴിപാടിന് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇവരുടെ മംഗല്യദോഷം പൂർണ്ണമായിട്ടും മാറുകയും വിവാഹം നടക്കുകയും ചെയ്യും. ധനുമാസത്തിലെ പാർവതി നട തുറപ്പ്, കുംഭമാസത്തിലെ ശിവന്റെ 8 ദിവസത്തെ ഉത്സവം, ശിവരാത്രി, നവരാത്രി എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ നടക്കുക. പെരിയാറിന്റെ വടക്കേക്കരയിൽ വെള്ളാരപ്പള്ളിയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി മംഗല്യദോഷം അകറ്റാൻ മാത്രമല്ല, ഈ ഒരു ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നത് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. മൃത്യുഞ്ജയനായ ശിവനും ആദിപരാശക്തിയുമായ പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പാർവതി ദേവിക്കാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കൂടുതൽ പ്രസക്തി. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, മഹാവിഷ്ണു, സതീദേവി, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടുതലാണ്. അകവൂർ, വെടിയൂർ, വെൺമണി എന്നീ 3 ഇല്ലക്കാർ ചേർന്ന ഒരു ട്രസ്റ്റാണ് ഈ ക്ഷേത്ര ഭരണം നടത്തുന്നത്. ട്രസ്റ്റിനു കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ മഹാദേവന് നിത്യപൂജകളുണ്ട് കേട്ടോ. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. പുലർച്ചെ 4 മണിക്ക് 7 തവണയുള്ള ശംഖുവിളിയോടെയും തവിൽ നാദസ്വരം, കുഴിത്താളം തുടങ്ങിയ വാദ്യങ്ങളോടെയും ഭഗവാനെ പള്ളി ഉണർത്തിയ ശേഷം 4:30-ക്ക് നട തുറക്കുന്നു. നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടുകൂടി വിളങ്ങുന്ന ശിവലിംഗം ദർശിച്ച് ഭക്തർ മുക്തിയടയുന്നു. നിർമ്മാല്യ ദർശനത്തിന് ശേഷം അഭിഷേക ചടങ്ങുകൾ തുടങ്ങുകയായി. ആദ്യം എള്ളെണ്ണ കൊണ്ടും പിന്നീട് ശംഖതീർത്ഥം കൊണ്ടും ഇഞ്ച എന്നിവ കൊണ്ടും അവസാനം കലശതീർത്ഥം കൊണ്ടും നടത്തുന്ന അഭിഷേക ചടങ്ങുകൾക്ക് ശേഷം ആദ്യ നിവേദ്യങ്ങളായി മലർ, ശർക്കര, കദളിപ്പഴം എന്നിവയും ഭഗവാന് നേദിക്കുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് ഇനി പറയുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്ന് മാറമ്പള്ളി വഴി ശ്രീമൂലം പാലം കടന്ന് ക്ഷേത്രത്തിലെത്താം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, മംഗല്യദോഷം മൂലം തടസ്സം അനുഭവിക്കുന്നവർ ഉറപ്പായും ഈ ഒരു ക്ഷേത്രത്തിൽ പോകണം. ഉറപ്പായും നിങ്ങളുടെ വിവാഹം നടക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.